ഹായ് എവരിവൺ, നമ്മൾ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വനസ്പതിയും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് ഒരു 4 സവോള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ടെന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം വഴന്ന് വന്നു കഴിയുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 20 കഷ്ണം വെളുത്തുള്ളി, ഒരു 6 പച്ചമുളകും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ 4 തക്കാളിയും കൂടി ചേർത്ത് വഴറ്റി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് വഴറ്റി മാറ്റി വയ്ക്കുക. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്ത് ഇളക്കി ഒരു പകുതി വേവാകുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതേ സമയം തന്നെ നമുക്ക് അരി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതും ചൂടായി വരുമ്പോൾ 4 ഗ്ലാസ് അരി കഴുകി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി കുതിർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ വറ്റി ചെറുതായെന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കുക. ആ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും മസാലയും ചേർന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ നാരങ്ങാനീരും ഉപ്പും നെയ്യും ചേർത്ത് തിളപ്പിക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നേരത്തെ വാർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലടിപ്പിക്കാം. ഇനി ഒരു പാനിലേക്ക് വനസ്പതി ഒഴിച്ച് കൊടുത്ത് കനം കുറച്ച് അരിഞ്ഞ് സവോള 2 എണ്ണം വറുത്തെടുക്കാം. ഇത് വറുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി വയ്ക്കാം. ഇനി കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കണം. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഏകദേശം 3/4 വേവായി കഴിയുമ്പോൾ ചിക്കൻ ഓഫാക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. താഴ്ഭാഗത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ലെയറും കൂടെ ചിക്കനും റൈസും ഇട്ട് കൊടുത്ത് ഒരു ഫോയിൽ പേപ്പർ വെച്ച് മൂടി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ട് ഒരു ഫോയിൽ പേപ്പർ നല്ലോണം സീൽ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ നോർമൽ പാത്രം വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്ത് നമ്മുടെ ബിരിയാണി റെഡിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.